പ്ലസ് ടുവിന്റെ മാർക്ക് ഞാൻ ഇന്നിവിടെ അനൗൺസ് ചെയ്യാൻ പോവാണ്. അവള് തോറ്റു, അത് അവള് ജയിച്ചു. എക്സാം റിവീലിംഗ്. ഓക്കെ, ദൈവമേ, എല്ലാവരുടെയും മനസ്സിൽ Hi guys, this is my new vlog. അപ്പോൾ വെൽക്കം ടു മൈ 9 years official vlog. അല്ലേ മേ? അപ്പോൾ ഇന്നത്തെ വ്ളോഗിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇന്ന് എന്റെ അനിയത്തിയുടെ പ്ലസ് ടു റിസൾട്ട് വരാൻ പോവാണ്. അപ്പൊ എന്താ അഭിപ്രായം? അവള് പാസ്സാവുക? പിന്നെ അവള് പാസ്സാവും. ഇവിടെ എല്ലാവർക്കും വൻ കോൺഫിഡൻസ് ആയിട്ടാ. അവളോട് നമ്മൾ ചോദിച്ചപ്പോ അവള് പറയുന്നത് ഞാനൊന്നും എഴുതിയിട്ടില്ല, ഞാൻ തോറ്റു പോവായിരിക്കും, എനിക്ക് അറിയത്തില്ല, കാരണം ഇന്നാണ് റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിങ്ങവനത്താണ് കേട്ടോ. അനിയത്തി എന്ന് പറയുമ്പോ ആരായിട്ട് വരും അമ്മേ? എന്റെ സ്വന്തം ആങ്ങളയുടെ മകള്. അമ്മയുടെ ആങ്ങളയുടെ മോളുടെ റിസൾട്ട് ആണ് ഇന്ന് വരാനിരിക്കുന്നത്. ഇതാണ് അമ്മയുടെ നാട്ടുംപുറം, അമ്മയുടെ പ്രദേശം, അമ്മ വളർന്നതും ജീവിച്ചതും ഒക്കെ ഇവിടെയാണ്. അപ്പൊ ഗൈസ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് ചെല്ലാൻ പോവാണ്. ലൈവായിട്ട് നമ്മൾ ലാപ്ടോപ്പിൽ നോക്കിയിട്ട് അവളുടെ റിസൾട്ട് നമ്മൾ അനൗൺസ് ചെയ്യാൻ തോറ്റ ജയിച്ചതെന്നുള്ളതൊക്കെ ഞാൻ എന്റെ ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അതേപോലെ ഗൈസ് നിങ്ങളുടെ സിബ്ലിങ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനിൽ ആരെങ്കിലും പ്ലസ് ടു പരീക്ഷ പാസ്സായോ അല്ലെങ്കിൽ ആ ഒരു എക്സാം ലൈവായിട്ട് നോക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ എന്താണെന്നുള്ളത് നിങ്ങളും കമന്റ് ചെയ്യണേ. അപ്പൊ എന്റെ അനിയത്തിന്റെ പ്ലസ് ടുവിന്റെ മാർക്ക് ഞാൻ ഇന്നിവിടെ അനൗൺസ് ചെയ്യാൻ പോവാണ്. അവള് തോറ്റോ അത് അവള് ജയിച്ചോ എന്നുള്ളത് നമുക്ക് വ്ളോഗ് കാണിച്ചു തരാം അല്ലെ? അവള് ജയിക്കും, ഉറപ്പ്. അന്യായ കോൺഫിഡൻസ് ആണ് അവള് ജയിക്കുന്നൊക്കെ. ഇവിടെ ആരും തോറ്റ ചരിത്രം ഇല്ലെന്ന്. അപ്പൊ നമുക്ക് നേരെ അവളുടെ വീട്ടിൽ ഇടിച്ചു കയറി എന്നിട്ട് നമുക്ക് അവളുടെ രജിസ്ട്രേഷൻ നമ്പറൊക്കെ നോക്കിയിട്ട് അവളുടെ പാസ്സായോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതേപോലെ ഗേസ് ഞാൻ പണ്ട് പ്ലസ് ടുവിലൊക്കെ പഠിക്കുമ്പോഴും ഇതേപോലെ എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു എന്റെ റിസൾട്ടിന്റെ സമയത്ത്. ഗേസ് നിങ്ങൾക്കും ഉണ്ടാകത്തില്ലേ നമ്മുടെ റിസൾട്ട് എന്തായിരിക്കും, പാസ്സായ അല്ലെങ്കിൽ തോറ്റ, നമുക്ക് നല്ല മാർക്കാണോ കിട്ടിയെന്നൊക്കെയാണ്. ആ സമയത്തൊക്കെ എന്റെ അമ്മ വൻ കോൺഫിഡൻസ് ആയിരുന്നു കേട്ടോ, നീ പാസ്സാവും, എപ്പോഴും പറയും പാസ്സാവും പാസ്സാവുന്നത്. ഇന്നേ വരെ ചരിത്രത്തിൽ തോറ്റ ചരിത്രം ഇല്ല, കുഞ്ഞുങ്ങൾ ആരും തോറ്റിട്ടില്ല. എല്ലാരും പഠിപ്പിച്ച എനിക്ക് വയ്യ തള്ളി മറിക്കുന്നത്. പഠിപ്പിച്ചായതുകൊണ്ടല്ല, ഞങ്ങളുടെ കാറ്റഗറി മൊത്തം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയുടെ തലേദിവസം ഇല്ലേ, പരീക്ഷയുടെ തലേദിവസം മാത്രമേ ഇരുന്നുള്ളൂ പഠിത്തമുണ്ട്. അതൊരു 1.5 പഠിത്ത. അത് ഞങ്ങൾ തലയിൽ ഓർത്ത് വെച്ചിട്ട് പരീക്ഷ ടൈമിൽ ഞങ്ങൾ മൊത്തം ഇരുന്നെങ്കിൽ എഴുതും. ആ എഴുതി കഴിഞ്ഞോടുകൂടി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഓർക്കത്തേ ഇല്ല. ഇതാണ് ഞങ്ങളുടെ കാറ്റഗറി മൊത്തം. അപ്പൊ ഇവളും അതുപോലെയൊക്കെ തന്നെ പഠിച്ച് പരീക്ഷയുടെ തലേ ദിവസം ഉറങ്ങാതൊക്കെ ഇരുന്ന് പഠിച്ച് പരീക്ഷ എഴുതുന്നതാണ്. അപ്പൊ ഇവള് പാസ്സായോ ഇല്ലയോ അത് ഞാനിപ്പോ കാണിച്ചു തരാം കേട്ടോ. പോയി നോക്കാം. തോറ്റ എന്ത് വരും? തോക്കൂല, വെറ്റിന് പോലും വെക്കണില്ലെന്നോ, തോക്കത്തില്ലെന്നോ, ഉറുമ്പൊക്കെ കടിക്കുന്നു. അപ്പൊ ഗൈസ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. ഇവിടം വരെ എത്തി, നമ്മള് ചിങ്ങാനം ഇവിടം വരെ എത്തി. ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടാണ് നമ്മുടെ വീട്, അമ്മ വീട്. അപ്പൊ ഞങ്ങൾ നേരെ കയറി ചെന്ന് പരീക്ഷ റിസൾട്ട് ചെക്ക് ചെയ്യാൻ. ഗൈസ് പാവ വീട്ടിലില്ല, അവള് പുറത്തു പോയി. അവള് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടാ, നോക്കട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞത്, എന്റെ അനിയത്തി പ്ലസ് ടുന്റെ റിസൾട്ട് ഒക്കെ വരുമെന്ന് ഞാൻ പറഞ്ഞു. പ്ലസ് ടു റിസൾട്ട് എന്താ? അഡ്മിറ്റ് കാർഡ് വേണം കേട്ടോ, അവളുടെ രജിസ്ട്രേഷൻ നമ്പർ ഒക്കെ അടിച്ചു കൊടുക്കുക, എന്നാലേ പാസ് ആയോ ഇല്ലോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ദേ രണ്ടുപേരും കൂടെ ഇവിടെ തപ്പിക്കൊണ്ടിരിക്കും. ഇതാണ് അവൾ അഡ്മിറ്റ് കാർഡ്. അപ്പൊ ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ റിസൾട്ട് അയക്കാൻ പോകുന്നത്. ഓക്കെ, ലാപ്ടോപ്പ് പ്ലീസ്. ഈ ലാപ്ടോപ്പ് ഒക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. നമ്മളിത് ഇതിലാണ് റിസൾട്ട് ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അമ്മായി ടെൻഷൻ ഉണ്ടാ? അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടാ? എക്സാം റിവീലിംഗ്. ഓക്കെ, ദൈവമേ, എല്ലാവരുടെയും മനസ്സിൽ ഞാൻ മാത്രം ഭയങ്കര കൂളാണ്ട ഇരിക്കണ്. തോക്കോടി, അതാണ് സ്പിരിറ്റ് കണ്ടില്ലേ? പറഞ്ഞ തോറ്റാലും ഞങ്ങക്ക് വിഷയമില്ലെന്ന്. നീ വല്ല എഴുതിയിട്ടുണ്ടാ? ഉണ്ടാ? പേടിച്ചിട്ടാട്ടോ, ഒന്നും പറയാനില്ല. എന്ത് ചെയ്യാൻ, അതെ നമ്മൾ ഈ പ്ലസ് ടുന്റെ റിസൾട്ട് ഒക്കെ നോക്കാതിരിക്കുന്ന സമയത്ത് ഫണ്ടി അടിച്ചതൊന്നും ഏക്കത്തില്ല. പക്ഷെ സ്റ്റിൽ എനിക്ക് ഭയങ്കര ഫണ്ടിയായിട്ട് തോന്നുന്നു. നമുക്ക് റിസൾട്ട് നോക്കാം. മോളെ ഡിപ്പറിഞ്ഞോ റിസൾട്ട്? എന്തിനു പറയാനുണ്ടാ? ജയിക്കുവാ തോക്കുവാ? അവനെ ചിരി വരുന്നു. നല്ല രസമുണ്ട്, നല്ല എക്സ്പീരിയൻസ്, നല്ല മൊമെന്റ് ഈ സമയത്ത്.
ഓ ജയിച്ച ട്രീറ്റ് ഉണ്ട് കേട്ടാ, തോറ്റലും ട്രീറ്റ് ഉണ്ട് കേട്ടാ. അങ്ങനെ എന്റെ അനിയത്തേനെ ഞങ്ങൾ വീഡിയോസ് ഒന്നും ഇങ്ങനെ എടുക്കാറില്ല കേട്ടോ, കുറച്ച് ഷൈ ഒക്കെയാണ്. പക്ഷെ ഇപ്പൊ പ്രത്യേകിച്ച് റിസൾട്ട് വന്നിരിക്കുന്ന സമയം ഒന്നും പറയാൻ പറ്റുള്ളൂ. ഗൈസ് ഇപ്പൊ റിസൾട്ട് അനൗൺസ് ചെയ്യും കേട്ടാ. In 3, 2, ഇതാട്ടോ നമ്മുടെ വാവയുടെ റിസൾട്ട്. ഇതാ ഏഞ്ചൽ തോമസ് ആണ് അവളുടെ പേര്. ഇതാണ് നമുക്ക് അവൾ കിട്ടിയത്. ഇനി പേഴ്സന്റേജ് എത്ര നോക്കിട്ട് പറഞ്ഞുതരേ. ഓ അമ്മായി എങ്ങാനും തോറ്റിരുന്നെങ്കിൽ എന്ത് ചെയ്തില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അപ്പോഴേ പറഞ്ഞില്ല എന്റെ കുഞ്ഞുങ്ങൾ ആരും തോക്കത്തില്ലത്. ഫുൾ ഫാമിലി സപ്പോർട്ട്. ചിരിയാലെ നീ പ്രിയ സമ്മതം മൂളുമോ മനതാരി അഴിനീക്കി ഇണയാവാൻ പോരുമോ കാലമാകുന്ന തോണിയിൽ നമ്മളിൽ നിരാ ചേരവേ നീർത്തുന്നൊരായിരം അങ്ങനെ ഞങ്ങൾ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ പോലെ. എന്തായാലും കൊച്ചു കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായി 88% മാർക്കുണ്ട്. അപ്പൊ അവൾ അറിയാതെ നമ്മൾ എല്ലാവരും കൂടെ പോയിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അവൾക്ക് വാങ്ങിക്കാൻ പോവാണ്, ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. പൊട്ടിച്ച് നോക്ക് അമ്മായി പുച്ചിക്കണം അമ്മായി. നോക്ക് കവർ മാത്രം ഉള്ളത്. ഇഷ്ടപ്പെട്ടാ ഇപ്പഴാട്ടോ അവളെ ഹാപ്പി ആയത്. കരയാണോ തോന്നുന്നു. കേസ് എടുക്കാൻ സമ്മതിക്കാനില്ല. പൊളി ഫോണേ, എനിക്ക് വയ്യ. കളർ ഇഷ്ടപ്പെട്ടാ? അടിപൊളിയാണോ? പിങ്ക് ക്ലിപ്സ് പാന്റിന് മാച്ച് ആയിട്ടുണ്ട്. +2 റിസൾട്ട് വന്ന എന്റെ അനിയത്തിയുടെ വ്ളോഗാണ് ഞാൻ ഇവിടെ കാണിച്ചത്. അപ്പൊ എന്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു കമന്റ്സ്. അതുപോലെ നിങ്ങളുടെ അനിയത്തിമാർക്കോ സിബ്ലിങ്സിനോ +2 റിസൾട്ട് വന്നിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് മീ. സ്റ്റേ ട്യൂൺഡ് ഫോർ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.